നമ്മൾ ഇന്ന് വന്നേക്കുന്ന എന്തിനാണ്? ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, ഏതോ മൊട്ടക്കുന്നിലാണ്. നമ്മളിപ്പോൾ അമ്പനാട് ഹിൽസിലാണ്. നമ്മളിന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി നമ്മളിന്ന് അമ്പനാട് ഹിൽസിലാണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുക. നമ്മളെ കാറിൽ നിന്ന് ഒരു സൗണ്ട് കേട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി എന്താണെന്ന് നോക്കാൻ നിന്നപ്പോൾ ഈ സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മളെ എങ്ങും പുറത്തൊന്നും മേടിക്കുന്നില്ല. ഇത് കണ്ണാടി വെക്കാത്തോണ്ട് മനസ്സിലാവുന്നില്ലല്ലേ? ഞാൻ ഫേമസ് ആയിട്ടുള്ള ഓക്കെ. ഓ കണ്ടോ കിളികളൊക്കെ പറന്നോണോ. ഹലോ ഒരു ചേച്ചി, ഇന്നത്തെ നമ്മളെ വ്ളോഗിൽ ഒരു ചേച്ചി ഉണ്ട്. ഹായ് കൊടുക്ക് ചേച്ചി. ഹായ് കൊടുക്ക്. കുപ്രസിദ്ധനായ ഗൗതം. അച്ഛൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സൗണ്ട് എന്താണെന്ന് അറിയാൻ. അത്ത കാറ്റാണ്. അല്ല, മഞ്ഞില്ല. ഇവിടെ എല്ലാം ആരുടെയൊക്കെ റബ്ബർ പറമ്പുകളാണ്. അച്ഛനൊരു ഹായ് കൊടുക്ക. അച്ഛൻ വളരെ പരവേശനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന് ഒന്നും ഇവിടെ നിന്ന് ഫോൺ വിളിക്കാൻ പോലും പറ്റൂല. നമ്മളിപ്പോൾ വളരെ ഉയരം കൂടിയ മലനിരകളുടെ മുകളിലാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണ് പറയാൻ? സോറി ചേച്ചി, ഇവിടെ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. വളരെ വളരെ ഉയരം കൂടിയ മലനിരകളാണ് ഇവിടെ കാണുന്നത്. കഴിക്കാനുള്ള പ്ലാനിങ് ആണ്. യൂതുകൊണ്ടച്ച വണ്ടി തിരിച്ചിരുന്നു. ഫോട്ടോ എടുത്തിട്ട് യാത്ര തുടങ്ങി. ഇവിടുന്ന് ഇനിയും വലിയ വലിയ യാത്രകൾ ചെയ്താലും നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. വളരെ കഷ്ടപ്പെട്ട വഴികളിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിലെ മരം. അയ്യാ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കാടിനെ തൊട്ടറിഞ്ഞ് നമ്മൾ വേറൊരു പാറ, നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ടൊന്നും റോഡില്ല. അവിടെ ഫോറസ്റ്റ് കാരണം. ഏത് ചേച്ചി? അവൻ ഗ്രാമ്പുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫിൽറ്റർ നല്ല സെറ്റ് വഴിയല്ലേ? വലിയ കുഴിയാണ് സൈഡിൽ. ക്യാമറാമാൻ ഉണ്ണിക്കുട്ടൻ, കുപ്രസിദ്ധയായ ശ്രേയ, തൂപ്പ് കോൺട്രാക്ടർ ഗൗരി. വീഡിയോ എടുക്കുകയാണ്. ഗൗരി ചേച്ചി ഇവിടെ നിൽക്കുകയാണ്. അത് അച്ഛൻ തോന്നുന്നു ഇവിടെ വരെ പോകാൻ പറ്റും. ഓ സൂപ്പർ അല്ലേ? ഡിസ്റ്റർബ് ചെയ്യാണോ നീ? ഉണ്ടായിരുന്ന പൊളിയല്ല. കറങ്ങി നമ്മള് പൈസ കൊടുക്കാം. നമ്മക്ക് ഇവിടെ റോഡ് പോയിട്ട് ഒരു സാധനം പോലും ഇല്ല. നമ്മളിവിടെ കെട്ടിക്കാണ്. ആർക്കെങ്കിലും ഇവിടെ വല്ലതും അറിയാമെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെടണം. മിണ്ടായിരുന്നാണ്. ആന വല്ല ഇപ്പൊ ഇറങ്ങി വന്ന നിങ്ങൾക്ക് നമ്മളിവിടെ പെട്ടിരിക്കുകയാണ്. നമ്മൾ ഏതോ ഒരു വനത്തിൽ വന്ന് പെട്ടി. ഇവിടെ റോഡ് പോയിട്ട് അങ്ങനെ ഏതോ ഒരു ഗുദാമിൽ എത്തിയിട്ടുണ്ട്. അതോ കണ്ടോ കുളമൊക്കെ ഉള്ള. അച്ഛൻ എന്താണ് എക്സ്പീരിയൻസ് ഡ്രൈവ് ചെയ്തതിന്റെ? എന്ത് റോഡില്ല ഇവിടെ. കുറെ കല്ല് മാത്രമേ ഉള്ളു. പിന്നെ ഇവിടെ ഒരു മനുഷ്യന്മാരെ കണ്ട സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് നിർത്തി ഇറങ്ങി കഴിക്കാന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. ഇന്ന് റോഡേ ഇല്ലല്ലേ അച്ഛാ? ഇവിടെ മൊത്തം ആനയുടെ പിണ്ടവും സാധനങ്ങളൊക്കെയാണ്. നമ്മളവിടെ അലറിയപ്പോലെ ആരും അറിയില്ല. അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഓ ഇത് കഴിഞ്ഞ് തമിഴ്നാടാണ്. അച്ചൻകോവിൽ കഴിഞ്ഞ്. ഓ എന്താണ് തിന്നുന്നത്? വെട്ടുകേക്ക്. നമ്മളിത് കടയിൽ നിന്ന് മേടിച്ച ഒരു സൗണ്ട് കേൾക്കുന്നു. ഇവിടെ ഒന്നും റോഡേ ഇല്ലേ. ഇവിടെ എല്ലാം ഭയങ്കര മയിലുകളാണ്. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ മയിലുകൾ. അതുകൊണ്ട് ഇവിടെ ഒരു പള്ളിയുണ്ട്. നല്ല തണുപ്പുണ്ടല്ലേ? സൂപ്പർ സ്ഥലമല്ലേ?
ഇപ്പോൾ ഈ വലിയ വലിയ മലയുടെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവരൊക്കെ താഴെ. ഹലോ അയ്യോ കണ്ടിട്ട് പേടിയാവുന്നു എനിക്ക്. അത് നോക്ക് തോവാ, അങ്ങോട്ട് നോക്ക്. നമ്മളിവിടെ തെറ്റിക്കുഴി ഗാങ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റ് സഹിതം ഡിസംബർ 25 തെറ്റിക്കുഴി ഗാങ്സ്. ദോവനവിടെ മുകളിൽ നമ്മളെല്ലാവരുടെയും പേരെഴുതി വെക്കുന്നുണ്ട്. പോയി നോക്കിയിട്ട് തരാം. ഇതാണ്ടേ എല്ലാവരുടെയും പേരുണ്ട്. പിന്നെ ഡേറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മളിതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അവരൊക്കെ ഇത് താഴെ നിൽക്കുന്നു. വളരെ സെറ്റ് വ്യൂ ആണ് ഇവിടെ നിന്ന്. ഡിസംബർ 25 എന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പാറയിലേക്ക് പോകാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. അവിടെ വലിയ പാറ, വലിയൊരു മല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ വെരി ഗുഡ്, വെരി അടിപൊളി സീനറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതായിരിക്കും നമ്മള് ഈ പാറ നമ്മള് കണ്ടായിരുന്നില്ലേ ഇപ്പോഴാ? ഓ സൂപ്പർ. ഓ താഴതോ സൂപ്പർ. ആ ഇതാണ് പൈനാപ്പിള്. നമ്മളങ്ങനെ ഒരു പാറ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കഴിക്കാനല്ല നമ്മൾ ഇറങ്ങാൻ പോകും. ഇത്ര നേരം നമ്മള് ഭയങ്കര കഷ്ടപ്പെട്ട യാത്രക്ക് ശേഷം നമ്മള് പേടിച്ചു പോയല്ലേ. അതിനുശേഷം നമ്മള് നമ്മളെ വഴിയിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോയി വേറൊരു പാറയിൽ നമ്മൾ ആദ്യം കണ്ട പാറയിരുന്നാണ് കഴിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇറങ്ങാം. നമ്മൾ അടുത്തതായി നമ്മൾ ഇവിടെ ഇരുന്നാണ് കഴിക്കാൻ പോണത്. വളരെ വലിയ വനങ്ങളാണ് ഇവിടെ. നമ്മൾ ആദ്യം വന്ന സ്ഥലമാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറെ പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പറയല്ലേ. കുറെ പേര് ഒരു വലിയ വ്യൂ പോയിന്റിൽ എത്തി നമ്മളത്. ഇതാ നമ്മളെ കഴിക്കാനുള്ള സാധനങ്ങൾ, വെക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട്. എനിക്കുള്ളതും കിട്ടി. ഇതിലാണ് നമ്മൾ ഇഡലി, നമ്മളൊരു ഓംലെറ്റ് മേടിച്ചില്ലേ, അത് നമ്മൾ ഇതിനോട് കഴിക്കുകയാണ്. കടയിൽ നിന്ന് മുട്ട മേടിച്ചാൽ ചൂട് ഓംലെറ്റ്. തണുത്ത കാലാവസ്ഥയാണ് ഇപ്പൊ. വെയിലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല തണുപ്പാ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കഴിക്കും. ഇഡലി സാമ്പാർ കഴിച്ചിട്ട് വരാം. ഓക്കെ, ഇഡലിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. കപ്പലിട്ടായിരിക്കും എനിക്ക് ആ വയലറ്റ് സാധനം, ആ ബിസ്ക്കറ്റ്. ഇങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. വളരെ വിപുലമായ യാത്രയായിരുന്നു. നമ്മളങ്ങനെ വലിയ വ്യൂ പോയിന്റിൽ എത്തി നിൽക്കുകയാണല്ലേ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വന്നിട്ട് പ്ലാസ്റ്റിക് ഒന്നും കളയരുത്. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇതൊരു ഡിസ്ക്ലെയിമർ ആണ്. നിങ്ങൾ ഇതൊക്കെ പാലിക്കുന്നത്. ചേച്ചി എങ്ങനെയുണ്ട്? എനിക്ക് കുറച്ച് ലെക്ചർ പറയാം. നമ്മളിപ്പോ ജീവിക്കുന്ന ഭൂമിയെ നമ്മൾ തന്നെ സംരക്ഷിക്കണം. ഒരു സാധനം നിൽക്കുന്നത് മാറിയ ജക്കാറണ്ട വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ജക്കാറണ്ട ഏതോ ഒരു അണ്ട എന്നൊക്കെ പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനിൽ പാലരുവിയിലാണ് നമ്മൾ വന്നേക്കുന്നത്. അടുത്ത സ്ഥലം ബസ്സിൽ കയറിയാണ് പോകേണ്ടത്. പക്ഷെ നമുക്ക് ഇതുവരെ ബസ് കിട്ടിയിട്ടില്ല. ഇതേപോലെയുള്ള കുറേ ബസ്സുകളിൽ കയറി അങ്ങോട്ട് പോകാൻ പറ്റത്തോളൂ. അപ്പം നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കണ്ണ് നിറയിക്കുന്ന രീതിയിലുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മരിക്കാൻ പോണ ഒരു കുരങ്ങനെ മറ്റൊരു കുരങ്ങൻ തടവി റെഡിയാക്കുകയാണ്. മിക്കവാറും കടിയിട്ട ചാൻസ് ഉണ്ട്. നമ്മൾ പോകണം. ഓക്കെ, ബൈ ബൈ. നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചേച്ചി? വളരെ തണുത്ത വെള്ളമാണ്. ധോവൻ ഇവിടെ ഇത് എന്തിനാണ് ഡാം പണിഞ്ഞോണ്ടിരിക്കുകയാണ്. അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. ധോവൻ ഇവിടെ വലിയൊരു ഡാം, വളരെ ഒരുക്കുള്ളൊരു വെള്ളത്തിലാണ്. അങ്ങ് മോളിൽ വെള്ളച്ചാട്ടം ഉണ്ട്. ഹലോ, ഇവിടെ വെള്ളച്ചാട്ടത്തിൽ വളരെ നമ്മളിവിടെ കാലൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അച്ഛൻ എന്താ ഇവിടെ ഇരിപ്പുണ്ട്? അച്ഛാ, എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതൊരു ചേച്ചി? ഹലോ, ഇതൊക്കെ ഭയങ്കര വലിയ വെള്ളച്ചാലി കൊത്തു.
നമ്മളിവിടെ കാലൊക്കെ ഇട്ടിരിക്കുകയാണ്. താണ്ട് അമ്മ കാലൊക്കെ ഇട്ടിരിക്കുന്നു. നമ്മൾ അച്ഛൻ താണ്ട് ഇവിടെ ഇരിക്കുന്നു. അതാ ശ്രേയ ഇവിടെ കല്ല് പറക്കുന്നു. തോഴി ചേച്ചി ഇവിടെ ഇങ്ങോട്ട് നോക്കൂ. അവിടെ എന്തോ കാണിക്കുന്നു. അവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ വളരെ തണുത്ത വെള്ളമാണ്. തണുത്ത വെള്ളമാണ്. നല്ല നല്ല ഫ്രഷ്. ആരെങ്കിലും എടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല ഫ്രഷ് വെള്ളമാണ്. നല്ല തണുപ്പ്. അതെങ്ങനെ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ നമുക്കറിയില്ല. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. നമ്മളെ കണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പാറയിലിരിക്കുകയാണ്. അങ്ങ് മുകളിലാണ് വെള്ളച്ചാട്ടം. ഇതിലേക്കൂടെ നോക്കിയാൽ ചെറുതായിട്ട് കാണാം. ദോരി ചേച്ചി ഡാമിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. താണ്ട് ഇതാണ് നമ്മുടെ ഡാം. ഭയങ്കര പണിയാണ്. അവിടെ കല്ലൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പണിയൊന്നും ഇല്ലാതെ രണ്ടുപേര് ഇരിക്കുകയാണ്. ഇവിടെ ദോരി ചേച്ചി അമ്മയും അച്ഛൻ എന്താ ഇരിക്കുന്നത്. അച്ഛാ ഹായ് കൊടുക്ക. അച്ഛാ വലിയ പാറ കഷണങ്ങൾ എടുത്താണ് അവർ ഡാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കാലി മീൻ കൊത്തെന്ന് വെച്ചാ ഒരു കൊരങ്ങൻ പിടിക്കാൻ വന്ന് ചെറുക്ക അവിടെ നിന്ന് കരയുന്നു. ഓടി വന്ന് കൊരങ്ങൻ. നമ്മൾ പോകാൻ പോണത് ആ വെള്ളച്ചാട്ടം കാണാനാണ്. അങ്ങ് മോളിൽ നിന്നാണ് വരുന്നത്. അങ്ങ് മോളി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതിൻ്റെ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വെള്ളച്ചാട്ടം. അവിടെ എത്തിയിട്ട് കാണാം. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ആകാശത്തിൽ നിന്ന് വരുന്ന പോലെ ഉണ്ട്. ഈ സ്റ്റെപ്പ് അങ്ങ് കുറെ ഉണ്ട്. ഈ സ്റ്റെപ്പ് അതിന്റെ മണ്ടേ പോകണം. പക്ഷെ നമ്മള് നിങ്ങളെവിടെ? ഞാൻ ഇപ്പൊ മണ്ടയിലെത്തി. ചെറിയ വലിയ വെള്ളച്ചാട്ടമാണ്. അയ്യോ ഭയങ്കര പൊക്കമല്ലേ. പേടിയാവുന്നു മോളിലോട്ട് കണ്ടിട്ട്. ചെറിയ കയറിയാണ് നമ്മൾ വന്നത്. അതന്നെ അതെടുക്കാം. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചോറ് ഞാൻ പോവുകയാണ്. ഇപ്പോൾ പൊതിച്ചോറ് കൊണ്ടത് ബാഹുബലിനെയൊക്കെ കണ്ടതിന്റെ വേണം. ഓക്കെ, നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം. ശരത് ഉണ്ണി വന്നിട്ടുണ്ട്. അടുത്ത ആരാണ്? ഗൗരി. വലിയതായിട്ട് എഴുതി ഗൗരി ഉണ്ട്. ശ്രേയ. അടുത്ത ഗൗതം. പൊന്നു. ഒരു അക്വാറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു അക്വാറിയം ഇവിടെ വഴി കണ്ട് നമ്മൾ അവിടെ കയറാന്ന് വിചാരിച്ച് നമ്മളെ എത്തിയിട്ടുണ്ട്. ഇറങ്ങിട്ട് നാം ഇത് ചാടാൻ വെച്ചാൽ നമുക്ക് അക്വാറിയത്തിലേക്ക് കയറുകയാണ്. ഡിസ്കസ്, അലിഗേറ്റർ ഗാർ, ഫിഷ്, ടിലാപ്പിയ, അത് ഇതുണ്ട്. ക്യാറ്റ് ഫിഷ്. എന്തോ ഒരു പേരില്ലാത്തൊരു മത്സ്യമാണിത്. മുറിഞ്ഞിരിക്കുകയാണ്. സവറ ഫിഷ്. ഇതേതാണ്? കോയിക്കാർ, വെള്ളി സ്രാവ്. അത്ര മാത്രം നോക്കിയാൽ മതി. ചെറിയ മീൻ. മിൽക്കി വൈറ്റ് കാർ. ക്രേ ഫിഷ്. പിരാന മീനെ കണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വെച്ച് മനുഷ്യനെത്തില്ലെന്ന തിൻ ഫോയിൽ ബാറ. ഗൗരി, ടൈഗർ, തിലാപ്പിയ, ജയിന്റ് ഗൗരി. ഇത് ഭയങ്കര ഒരു കണ്ണു നോക്കിയാണ് അച്ഛൻ. അച്ഛൻ്റെ കണ്ണുണ്ടോ? ഇത് ഇടുക്കി വെച്ച ഗ്ലാസ്. ഇത് മറ്റേ ഗ്ലാസ് ഇടിച്ച് വെച്ച ഹോം സിനിമ കണ്ടിട്ടില്ലേ? ഇതിടിച്ച് വീഴുന്ന ഏഞ്ചൽ ഫിഷ്. ആൽബീനോ പിരാനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് ഇങ്ങനെ നിൽക്കുന്ന നൈഫ് ഫിഷ്. ഗോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നു.
ആ fish. ഇത്രേ ഉള്ളു. ഒരെണ്ണം എത്രയാണ്? അല്ല ഒരാൾക്ക് എത്രയായിരുന്നു? ണ്ട് കണ്ടോ? പാക്കന്ന് തൊടല്ലേ തൊടല്ലേ. ആ പഴല് ഇതിനകത്ത് പൂവാലി പഴല് പഴല്. അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. ഹലോ, നമ്മൾ അടുത്തൊരു കൊട്ടവഞ്ചിയൊക്കെ ഉള്ള ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ കൊട്ടവഞ്ചി ഉണ്ടെന്ന് തോന്നുന്നു. ഗൂഗിൾ മാപ്പിൽ കൊട്ടവഞ്ചി ഉണ്ടെന്നാണ് കാണിച്ചത്. നമുക്കറിയില്ല. മറ്റേ റിവർ റാഫ്റ്റിംഗ്. ഒരു കുളത്തിലെത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ വേറൊരു സ്ഥലം, വേറൊരു കുളം. ആ കുളത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് വേറൊരു വഴി കൂടെ നടന്നു വന്ന് വെച്ച് ഇതൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. വാടേ അങ്ങനെ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വളരെ അതിസാഹസികമായി നമ്മളിവിടെ എത്തി. നമ്മളത് ആ പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. എല്ലായിടത്തും ഇറങ്ങി. ഇതി അവിടെയൊക്കെ ഇരുട്ടാവും. ഇവിടെ ആഴമുണ്ട് കേട്ടോ. നല്ല നിൽക്കുമ്പോൾ എന്ത് തണുപ്പാണല്ലേ. അവിടെ കുറെ പേര് കുളിക്കുന്നുണ്ട്. അവരുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അവിടെ നിന്നൊക്കെ കയറി. നമ്മൾ മീൻ പിടി പാറപ്പോ ചേട്ടച്ചൻ അവിടെ ഉടുപ്പൂരി കിടക്കായിരുന്നു. നോക്കട്ട് മീനെന്ന് കാണിച്ചേ. കഷ്ടപ്പെട്ടൊരു ഇവിടെ ഒരു മീനുണ്ട്. ഓക്കെ, ഞാൻ ഒരു ഫൈറ്റർ ഫിഷ് ബ്രീഡറാണ്. അതെ അതെ, ഫൈറ്ററിനെ വിളിക്കണമെന്നുള്ളവർ താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി. ഓക്കെ.